എല്ലാവർക്കും നമസ്കാരം. വിശപ്പിനെ ഭക്ഷിച്ചവർ പുസ്തക രൂപത്തിൽ നിന്ന് കാതുകളിലേക്ക് എത്തുന്ന ഓഡിയോ രൂപത്തിലേക്ക് മാറുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹങ്ങളും പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിക്കുകയാണ്. വിശപ്പിനെ ഭക്ഷിച്ചവർ എൻ്റെ 15-ാം വയസ്സിൽ ഒരു പട്ടണത്തിൽ വെച്ച് നടന്ന അനുഭവ കഥയാണ്. അന്ന് എനിക്കൊരു സുഹൃത്തിനെ കിട്ടി, മുണ്ടക്കയത്തുകാരൻ ഹമീദ്. പട്ടിണിയും ദുരിതങ്ങളും പങ്കിട്ട് ഞങ്ങൾ സയാമീസ് ഇരട്ടകളെ പോലെ പരസ്പരം താങ്ങി കരുതി 62 കിലോമീറ്ററോളം നടന്ന ഒരു ദുരന്ത കഥയാണിത്. ഹമീദിനെ കണ്ടെത്താനും കൂടിയാണ് ഈ കഥ ഒരു പുസ്തകമാക്കിയത്. 6 ദിവസത്തെ അനുഭവവും 6 ദിവസത്തെ ബന്ധവുമാണ് എനിക്കും ഹമീദിനുമുള്ളത്. ആയുസുള്ളിടത്തോളം മറക്കാനാവാത്ത ഒരു ബന്ധമായിരുന്നു അത്. വിശപ്പിനെ ഭക്ഷിച്ചവരുടെ അവതാരിക എഴുതി തന്നത് ഇന്ത്യയുടെ തന്നെ ഭാഷാ സമ്മാൻ അവാർഡ് ജേതാവായ ഡോക്ടർ KG പൗലോസ് ആണ്. ഡോക്ടർ KG പൗലോസ് എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്. ബേബി മുണ്ടക്കൻ എന്ന യുവാവിൻ്റെ കന്നിക്കൃഷിയിൽ വിളഞ്ഞ കനിയാണ് നോവലെന്നോ അനുഭവ സാക്ഷ്യങ്ങളെന്നോ ഓർമ്മകളെന്നോ വിശേഷിപ്പിക്കാവുന്ന ഈ കൃതി. അദ്ദേഹം പറഞ്ഞു, നിന്റെ ഭാഷയും ശൈലിയും കൊള്ളാം. അത് എനിക്ക് തന്ന പ്രോത്സാഹനം ചെറുതായിരുന്നില്ല. വിശപ്പിനെ ഭക്ഷിച്ചവർ പുസ്തക രൂപത്തിൽ നിന്ന് കാതുകളിലേക്ക് എത്തുന്ന ഓഡിയോ രൂപത്തിലേക്ക് എത്താൻ ഒരു കാരണമുണ്ട്. പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ റോജിൻ തോമസ് പുസ്തകം വായിച്ചിട്ട് എന്നോട് പറഞ്ഞ ചില വാക്കുകൾ. അദ്ദേഹം ഇതാണ് പറഞ്ഞത്: മലയാളികൾ മുഴുവൻ വായിച്ചിരിക്കേണ്ട ഈ പുസ്തകം ചാച്ചൻ എറണാകുളം ജില്ലയിലെ ഒരു ഇട്ടാവട്ടത്തിലിട്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. സത്യത്തിൽ അതൊരു അവാർഡായിരുന്നു. എനിക്ക് അന്നു മുതലേ തോന്നി, ഇത് എല്ലാവരിലേക്കും പുസ്തക രൂപത്തിൽ എത്തിക്കാൻ എന്നെ കൊണ്ടാവില്ല, എന്നാൽ ഇതൊരു ഓഡിയോ ആക്കിയാൽ ഒരു പക്ഷേ കുറച്ചധികം പേരിലേക്ക് ഇത് എത്തും. അതാണ് ഇതിനൊരു കാരണമായിട്ട് ഭവിച്ചത്. വിശപ്പിനെ ഭക്ഷിച്ചവർ നിങ്ങളുടെ കാതുകളിലെത്തുന്നത് ഒരു പെൺ ശബ്ദത്തിലാണ്. ഓസ്ട്രേലിയയിൽ നഴ്സായി വർക്ക് ചെയ്യുന്ന ലീന ജിബിയുടെ 2 ദിവസം മുമ്പ് വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത വായനക്കാരിയാണ് ലീന ജിബി. ഓസ്ട്രേലിയയിൽ ഇരുന്നു തന്നെയാണ് ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടത്. അധ്യായം 1. ദൈവം. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ കോട്ടയം തെരുവിലെ തെരുവുകുട്ടികളിൽ ഒരുവനായിരുന്നു. വിശന്നൊട്ടിയ വയറുമായി തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ ഒരു 15-കാരൻ. ഇതിന്റെ എല്ലാ സാങ്കേതിക കാര്യങ്ങളും നിർവഹിച്ചത് എന്റെ അനുജൻ കൂടിയായ ഏഷ്യാനെറ്റിലെ സീനിയർ സ്റ്റാഫ് ശ്രീ ജോർജ് മുണ്ടക്കലാണ്. ലീനയോടും ജോർജ് കുട്ടിയോടുമുള്ള എന്റെ നന്ദി ഞാൻ എന്നും മനസ്സിൽ സൂക്ഷിക്കും. പിൻകാലിൽ ഊന്നിയാണ് മുന്നോട്ട് നടക്കുക. പിൻകാൽ ഊന്നുന്നത് ചരിത്രത്തിലാണ്. ഈ ചരിത്രം ഇത് കേൾക്കുന്ന ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെട്ടാൽ എൻ്റെ ഉദ്യമം വിജയിച്ചു എന്ന് ഞാൻ സമാധാനിക്കും. നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനങ്ങളും അനുഗ്രഹങ്ങളും വേണം. നന്ദി, നമസ്കാരം.